നിങ്ങൾക്ക് ലൈഫിൽ ഏതെങ്കിലും ഒരു പോയിന്റിലായിട്ട് ഇത് സംഭവിച്ചിട്ടുണ്ടാവും. അതായത് നിങ്ങൾ ഒരുപാട് ചിന്തിച്ചിട്ട് നിങ്ങൾ ഫൈനലി എന്താണ് നിങ്ങളുടെ സേവിങ്സ് എടുത്ത് സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ ഇവിടെ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത് അടുത്ത ആഴ്ച ആയപ്പോഴേക്കും എന്താണ് മാർക്കറ്റ് ഇടിഞ്ഞിട്ടുണ്ടാവും. അപ്പൊ അടുത്ത ആഴ്ച ആവണമെന്നില്ല, ചിലപ്പോൾ എന്താണ് അടുത്ത ദിവസം തന്നെ മാർക്കറ്റ് ക്രാഷ് ആയിട്ടുണ്ടാവും ഇവിടെ. അപ്പം എപ്പോഴെങ്കിലും ആയിട്ട് നമ്മളെ പോലെയുള്ള ഇൻവെസ്റ്റേഴ്സിനുള്ളിൽ തോന്നിയിട്ടുള്ള ഒരു ചോദ്യമാണ്, ഞാൻ എന്തെങ്കിലും മിസ്റ്റേക്ക് ചെയ്തോ, അതായത് ഞാൻ എന്റെ അടുത്തുള്ള പൈസ എല്ലാം എടുത്തങ്ങ് ഇട്ടോ. അപ്പം ഈ ഒരു പേടിയും നമ്മുടെ ഈ ഒരു ആൻസൈറ്റിയും ഒക്കെയാണ് മിക്ക ഇൻവെസ്റ്റേഴ്സിനും കഥ എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ ഈ ഒരു ഭയം കാരണം എന്താണ് സംഭവിക്കുന്നത്, നമ്മുടെ ആ ലോങ് ടേം വെൽത്ത് ക്രിയേഷൻ എന്നുള്ള സ്വപ്നം എന്താണ് നമ്മൾ മിക്കപ്പോഴും അങ്ങ് നശിപ്പിക്കും. അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ എന്താണ് നമ്മൾ ഇവിടെ മാർക്കറ്റിൽ നമ്മൾ എക്സിറ്റ് ചെയ്യും. പക്ഷേ ഞാൻ നിങ്ങളോട് ഇന്നൊരു കാര്യം പറയട്ടെ, ഒരു മാജിക് നമ്പർ ഉണ്ട്, അതായത് ഒരു പ്രത്യേക ടൈം ഫ്രെയിം. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എന്താണ് നമുക്ക് നഷ്ടം വരാനുള്ള സാധ്യത ഇവിടെ വളരെ കുറവായിരിക്കും. അത് മാത്രമല്ല എന്താണ് നമുക്ക് നല്ല റിട്ടേൺ കിട്ടാനുള്ള സാധ്യത ഇവിടെ കൂടും. അപ്പം ഏതായിരിക്കും ആ മാജിക് നമ്പർ എന്നായിരിക്കും നിങ്ങൾ ഇപ്പൊ ആലോചിക്കുന്നത് അല്ലെ? അതാണ് 7 വർഷം. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ അങ്ങ് ചുമ്മാ പറഞ്ഞു വിടുവല്ല ചെയ്ത്, ഇന്ന് നമ്മൾ നിഫ്റ്റി 50 അതുപോലെ തന്നെ നിഫ്റ്റി 500 27 വർഷത്തിൽ കൂടുതലുള്ള നാളത്തെ ഡേറ്റ എടുത്തുകൊണ്ടാണ് നമ്മൾ ഇന്ന് പറയാൻ വേണ്ടി പോകുന്നത്. അപ്പൊ 7 ഇയർ പ്ലസ് അത് എന്തുകൊണ്ടാണ് ഗോൾഡൻ റൂൾ ഓഫ് ഇക്വിറ്റി ഇൻവെസ്റ്റിംഗ് ആവുന്നത് എന്നുള്ളത് നമ്മൾ ഇന്ന് കാണിച്ചു തരുന്നതായിരിക്കും നിങ്ങൾക്ക്. അപ്പം ഇന്നത്തെ നമ്മുടെ ഈ ഒരു വീഡിയോ കണ്ടു കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് എന്താണ് ഇൻവെസ്റ്റിംഗിലേക്കുള്ള നിങ്ങളുടെ കാഴ്ചപ്പാട് തന്നെ മാറുന്നതായിരിക്കും. സോ നമുക്ക് പെട്ടെന്ന് വീഡിയോയിലേക്ക് പോയാലോ. സോ ലെറ്റ്സ് ബിഗിൻ ടുഡേസ് വീഡിയോ. ഇക്വിറ്റി മാർക്കറ്റിലേക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്കുള്ള റിസ്ക് ലെവൽ എന്ന് പറയുന്നത് നമ്മൾ എത്ര നാളത്തേക്ക് ഇവിടെ ഇൻവെസ്റ്റഡ് ആയിട്ട് നിൽക്കുന്നു ഇത് ആശ്രയിച്ചാണ്. ഇപ്പൊ ഷോർട്ട് ടേമിൽ ഇതൊരു T20 ക്രിക്കറ്റ് മാച്ച് പോലെയാണ്. അതായത് നമുക്ക് ഒന്നും പ്രൊഡിക്ട് ചെയ്യാൻ പറ്റില്ല, വളരെ പെട്ടെന്നായിരിക്കും, അതുപോലെ തന്നെ വോളറ്റൈൽ ആയിരിക്കും. ഇനിയിപ്പോൾ ലോങ് ടേമിലാണെങ്കിൽ ഒരു ടെസ്റ്റ് മാച്ച് പോലെയാണ്, അതായത് വളരെ പതുക്കെയാണ്, അതുപോലെ എന്താണ് വളരെ സ്റ്റേബിൾ ആയിരിക്കും. അതുപോലെ തന്നെ എന്താണ് ഇവിടെ ക്ഷമയുള്ളവർക്ക് എന്തായാലും ഇവിടെ പ്രതിഫലം കിട്ടും. അപ്പോൾ ഈ ഒരു സാമ്യം എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഇപ്പൊ 1 മുതൽ 3 വർഷം വരെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇക്വിറ്റി ഫണ്ടിലേക്ക് ഇൻവെസ്റ്റ് ചെയ്ത് T20 മാച്ച് കളിക്കുന്ന പോലെയാണ്. വോളറ്റിലിറ്റി കൂടുതൽ, കോൺസ്റ്റന്റ് ആക്ഷൻ, അതുപോലെ ഇവിടെ റിസൾട്ടിന് എന്താണ് ഒരു ഗ്യാരണ്ടി ഇല്ല. ചിലപ്പോൾ നമ്മൾ എന്താണ് ചില ബൗണ്ടറി ഒക്കെ അടിച്ചെന്ന് വരും, അതായത് ചിലപ്പോൾ നമുക്ക് എന്താണ് പെട്ടെന്ന് ചില പ്രോഫിറ്റ് ഒക്കെ ഉണ്ടായെന്ന് വരാം. പക്ഷെ ഇവിടെ എന്താണ് ഫസ്റ്റ് ബോൾ തന്നെ ക്ലീൻ ബോൾ ആവാനുള്ള ചാൻസ് എന്താണ് വളരെ കൂടുതലാണ്, അതായത് വലിയ നഷ്ടം നമുക്ക് ഇവിടെ വരാം. അപ്പൊ കഴിഞ്ഞ 26 വർഷത്തെ ഡേറ്റ് നമ്മൾ എടുത്തു നോക്കിയിട്ടുണ്ടെങ്കിൽ ഞാൻ പറയുന്ന ഈ കാര്യങ്ങളെല്ലാം ഇവിടെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതായത് നിങ്ങളിപ്പോൾ എന്താണ് ജസ്റ്റ് ഒരു വർഷത്തേക്ക് മാത്രം നിഫ്റ്റി 50ലേക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നെഗറ്റീവ് റിട്ടേൺസ് കിട്ടാനുള്ള ചാൻസ് എന്ന് പറയുന്നത് ഏകദേശം 23% ഉണ്ട്. ഇനിയിപ്പോ ഇത് നമ്മൾ വേറൊരു രീതി പറയുകയാണെങ്കിൽ 4ൽ 1 തവണ നിക്ഷേപകർക്ക് ഒരു വർഷത്തിനുള്ളിൽ പണം ഇവിടെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പം ഇങ്ങനെ കേൾക്കുമ്പോൾ നമുക്കിതൊരു ഇൻവെസ്റ്റിംഗ് പോലെ നമുക്ക് തോന്നുന്നുണ്ടോ? ഇല്ല, നമുക്കിത് കേൾക്കുമ്പോൾ ഒരു ഗാംബ്ലിംഗ് പോലെയല്ലേ നമുക്ക് തോന്നുന്നത്. അപ്പൊ ഇതുപോലെ തന്നെ എന്താണ് നമ്മളിപ്പോ നിഫ്റ്റി 500 ഡേറ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു ഇൻഡെക്സ് എന്താണ് സ്റ്റോക്ക് മാർക്കറ്റിന്റെ മാർക്കറ്റ് ക്യാപ്പിന്റെ ഏകദേശം 92% ഇവിടെ കവർ ചെയ്യുന്നുണ്ട്. അപ്പൊ കഴിഞ്ഞ 30 വർഷത്തെ ഡേറ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്, നിങ്ങളിപ്പോൾ ഒരു വർഷത്തേക്ക് നിഫ്റ്റി 500ലേക്ക് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നെഗറ്റീവ് റിട്ടേൺസ് കിട്ടാനുള്ള ചാൻസ് എന്ന് പറഞ്ഞാൽ 25%. ഇതിപ്പോ നമ്മൾ വേറൊരു രീതിയിൽ പറഞ്ഞാൽ 4ൽ 1 തവണ ഇൻവെസ്റ്റേഴ്സിന് ഒരു വർഷത്തിനുള്ളിൽ പണം ഇവിടെ നഷ്ടമാവുന്നുണ്ട്. ഇവിടെ നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ നഷ്ടത്തിനുള്ള സാധ്യത വളരെ കൂടുതലാണല്ലേ. പക്ഷെ ഇപ്പൊ നിങ്ങൾ എന്താണ് ഇൻവെസ്റ്റ്മെന്റ് ഡ്യൂറേഷൻ കൂട്ടുവാണെങ്കിൽ കളി ഇവിടെ അങ്ങ് മൊത്തത്തിൽ അങ്ങ് മാറി. നിങ്ങൾ എന്താണ് T20 പ്ലെയറിന് ടെസ്റ്റ് മാച്ച് ബാറ്റ്സ്മാനിലേക്ക് മാറി. അപ്പൊ ഇവിടെ വിജയം എന്ന് പറയുന്നത് എന്താണ് തിരക്ക് കൂട്ടി ഉണ്ടാക്കുന്നതല്ല, മറിച്ച് എന്താണ് നമ്മുടെ പേഷ്യൻസ്, ടെക്നിക്, അതുപോലെ ഏറ്റവും പ്രധാനമായിട്ട് ക്രീസിൽ നമ്മൾ സ്റ്റേ ചെയ്യുന്നതാണ്. അപ്പൊ ഇവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ ഡെയിലി മാർക്കറ്റ് ഫ്ലക്ച്വേഷൻ വളരെ ചെറുതായിട്ട് മാത്രമേ മാറ്റർ ചെയ്യുന്നുള്ളൂ. അപ്പൊ ഇവിടെ മാറ്റർ ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രഷർ സഹിക്കുന്നതും അതുപോലെ തന്നെ എന്താണ് നമ്മൾ ഇവിടെ ഇൻവെസ്റ്റ് ആയിട്ട് നിൽക്കുന്നതുമാണ്. അപ്പം ഇവിടെ നമ്മൾ ഡേറ്റ നോക്കിയിട്ടുണ്ടെങ്കിൽ എന്താണ് നമുക്ക് ഈ ഒരു സ്ട്രാറ്റജിക് ഷിഫ്റ്റ് നമുക്ക് ഇവിടെ കാണാം. അപ്പം ഈ ഒരു ടേബിൾ നിങ്ങൾ നോക്കുക, നിഫ്റ്റി 50 TRIന്റെ റോളിംഗ് റിട്ടേൺസിന്റെ അനാലിസിസ് ആണ്. അപ്പൊ ഏകദേശം 84% കേസിലും 7 വർഷത്തിലധികം ഡ്യൂറേഷനിൽ 10%-ലധികം റിട്ടേൺസ് നൽകിയിട്ടുണ്ട്. അതിൽ നിഫ്റ്റി 500 TRIന്റെ ഡെയിലി റോളിംഗ് റിട്ടേൺസ് പ്രകാരം എന്താണ് 81% കേസിലും 7 വർഷത്തിലധികം നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താണ് ഇൻഡെക്സ് 10%-ലധികം റിട്ടേൺസ് ഇവിടെ നൽകിയിട്ടുണ്ട്. അപ്പം ഇതിന്റെ അർത്ഥം എന്താണ്, 7 ഇയർ മാർക്ക് എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട ടേണിംഗ് പോയിന്റ് ആണ്. ഇവിടെ നമ്മൾ ഹിസ്റ്റോറിക്കൽ ഡേറ്റ നമ്മൾ നോക്കുകയാണെങ്കിൽ കുറച്ച് ഇമ്പോർട്ടന്റ് ഒബ്സർവേഷൻസ് നമുക്ക് കാണാം. അപ്പൊ ഇവിടുത്തെ ആദ്യത്തെ കാര്യം, ഇവിടെ നഷ്ടത്തിനുള്ള ചാൻസ് ഓൾമോസ്റ്റ് 0 ആണ്. ഇപ്പം നിഫ്റ്റി 50ലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ 7 വർഷത്തെ ഇൻവെസ്റ്റ്മെന്റ് പീരീഡിൽ പോസിറ്റീവ് റിട്ടേൺസ് കിട്ടാനുള്ള സാധ്യത എന്ന് പറയുന്നത് 100% ആണ്. 1999 മുതൽ ഇന്ന് വരെ നമ്മൾ നോക്കുകയാണെങ്കിൽ നിഫ്റ്റി 50ലേക്ക് 7 വർഷത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഒരിക്കൽ പോലും എന്താണ് ക്യാപിറ്റൽ ലോസസ് ഇവിടെ ഉണ്ടായിട്ടില്ല. ഇനിയിപ്പോ വേറൊരു രീതി പറയുകയാണെങ്കിൽ ഈ ഒരു ഡ്യൂറേഷനിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ പണം ഇവിടെ സേഫ് ആയിരിക്കും. ഇനിയിപ്പോ നിഫ്റ്റി 500 ആണെങ്കിൽ നഷ്ടത്തിനുള്ള ചാൻസ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് 0.5% മാത്രമാണ്. ഇനി ഇവിടുത്തെ രണ്ടാമത്തെ കാര്യം വരുന്നത് ഡബിൾ ഡിജിറ്റ് റിട്ടേൺസ് ഉള്ള ഹൈ പ്രോബബിലിറ്റി ഉണ്ട്. ഇപ്പൊ നിഫ്റ്റി 50ലേക്ക് 7 വർഷത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ട് 10%-ലധികം ആനുവൽ റിട്ടേൺസ് കിട്ടാനുള്ള സാധ്യത എന്നിവിടെ പറയുന്നത് എത്രയാണ്, ഓൾമോസ്റ്റ് 84% വരുന്നുണ്ട്. അതിൽ നിഫ്റ്റി 500 എന്താണ് 81%. അപ്പൊ ഇതിന്റെ അർത്ഥം എന്താണ്, ഇവിടെ നിങ്ങളുടെ പണം സേഫ് ആണെന്ന് മാത്രമല്ല, പക്ഷെ ഇൻഫ്ലേഷൻ മറികടന്ന് വളരാനുള്ള സാധ്യത എന്താണ് അവർക്ക് എന്താണ് വളരെ കൂടുതലാണ്. ഇനി ഇവിടുത്തെ മൂന്നാമത്തെ കാര്യം,
ഈവൻ വേഴ്സ്റ്റ് കേസ് സിനാരിയോ എന്ന് പറയുന്നത് എന്താണ്, ഇപ്പോൾ ഇവിടെ പോസിറ്റീവ് ആണ്. അപ്പം ഇതുവരെ നമ്മൾ നോക്കുവാണെങ്കിൽ എന്താണ്, 7 ഇയർ പീരീഡിൽ ഏറ്റവും ലോവസ്റ്റ് റിട്ടേൺ ഇതുവരെ റെക്കോർഡ് ചെയ്തേക്കുന്നത് ഏകദേശം 5 മുതൽ 10% ഇടയ്ക്കാണ് വന്നേക്കുന്നത്. ഇനിയിപ്പോൾ നിഫ്റ്റി 500 കേസ് നമ്മൾ നോക്കുവാണെങ്കിൽ ഈ റേഷ്യോ വരുന്നത് 0 to 5% CAGR ആണ്. ഇവിടുത്തെ നമ്മുടെ ശരിക്കും റിസ്ക് എന്താണ്, മാർക്കറ്റ് വോളറ്റിലിറ്റി അല്ല. ശരിക്കും നമ്മുടെ റിസ്ക് എന്ന് പറഞ്ഞാൽ ടൈം ഹൊറിസോൺ റിസ്ക് ആണ്. അതായത് നമ്മളിപ്പോൾ ഷോർട്ട് ടേം ഗോൾസിനൊക്കെ ആയിട്ട് നമ്മൾ പണം ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ എന്താണ്, നമുക്ക് പെട്ടെന്ന് നമുക്ക് വിഡ്രോ ചെയ്യേണ്ട അവസ്ഥയൊക്കെ നമുക്ക് വരും അല്ലേ. അപ്പൊ അതാണ് ഇവിടുത്തെ ശരിക്കും റിസ്ക് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ഇനി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ഏറ്റവും വലിയൊരു പേടി എന്താണ്, ഞാനിപ്പോ പൈസയൊക്കെ ഇൻവെസ്റ്റ് ചെയ്തു, നാളെ എങ്ങാനും മാർക്കറ്റ് ക്രാഷ് ആയാലോ. അപ്പം ഇത് നമ്മുടെ എല്ലാവരും ഉള്ളിലുള്ളൊരു പേടി തന്നെയാണ് അല്ലേ. അപ്പൊ നമുക്ക് ക്രാഷ് ടെസ്റ്റിലേക്ക് 7 ഇയർ തിയറി നമുക്ക് ഇടാം. അപ്പൊ നിങ്ങൾ വിചാരിക്കുക, ജാനുവരി 2008 മാർക്കറ്റ് പീക്ക് ആയിരുന്നപ്പോൾ എന്താണ്, നിങ്ങൾ 1,00,000 രൂപ നിങ്ങൾ നിഫ്റ്റി 50 ഇൻഡെക്സിലേക്ക് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തു എന്നുള്ള കാര്യം. അപ്പൊ ഇവിടെ കുറച്ച് മാസം കഴിഞ്ഞപ്പോഴേക്കും ഇൻഡെക്സ് ഏകദേശം തന്നെ 60% ഇടിഞ്ഞു. അങ്ങനെയാണെങ്കിൽ എന്താണ്, നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത 1,00,000 രൂപ എന്താണ് വെറും 40,000 രൂപ ആയനെ. അപ്പൊ ഇങ്ങനെ ഒരു അവസ്ഥയിൽ എന്താണ്, നമ്മളങ്ങ് ടെൻഷൻ അടിച്ച് എന്ത് ചെയ്യണം എന്നൊക്കെ നമ്മൾ ഓർക്കും, അങ്ങ് വിറ്റാലോ എന്നൊക്കെ നമ്മൾ ഓർത്തു പോകും. അപ്പൊ ആർക്കാണെങ്കിലും അന്നപ്പോ എന്താണ് വലിയൊരു പ്രഷർ വരും, അത് നമുക്ക് ഊഹിക്കാവുന്നതിൽ അപ്പുറമുള്ള ഒരു പ്രഷറാണ്. പക്ഷെ അതിന് പകരം എന്താണ്, നിങ്ങൾ ഇവിടെ ധൈര്യപൂർവ്വം ഒരു 7 വർഷത്തേക്ക് ഇൻവെസ്റ്റ് ആയിട്ട് നിന്നിട്ടുണ്ടെങ്കിൽ, അതായത് 2015 ആവുമ്പോഴേക്കും നിങ്ങളുടെ പോർട്ട്ഫോളിയോ ഇവിടെ എന്താണ് റിക്കവർ ആയിട്ടുണ്ടായനെ. അപ്പൊ നിങ്ങളുടെ പോർട്ട്ഫോളിയോ ഇവിടെ വളർന്നിട്ടുണ്ടാവും ഈ ഒരു സമയം കൊണ്ട്. അപ്പം ഇതുപോലൊക്കെ തന്നെയാണ് 2020 കോവിഡ് ക്രാഷിന്റെ സമയത്ത് സംഭവിച്ചത്. അതായത് മാർക്കറ്റ് ഏകദേശം 40% ഇടിഞ്ഞു. പക്ഷെ എന്താണ്, പെട്ടെന്ന് റിക്കവർ ആയി. വെറും 3 വർഷം കൊണ്ട് പണം എന്താണ് ഇവിടെ എന്താണ് ഇരട്ടിയായിട്ട് ഇവിടെ വളർന്നു. ഈ ഒരു കേസ് സ്റ്റഡീസിനൊക്കെ നമുക്കൊരു സത്യം ഇവിടെ മനസ്സിലാവും. മാർക്കറ്റ് ക്രാഷ് എന്താണ് വന്നും പോയി ഒക്കെ ഇരിക്കും, അത് ഈ സിസ്റ്റത്തിന് ഒരു ഭാഗമാണ്, അതൊരു മിസ്റ്റേക്ക് അല്ല. അപ്പൊ ഇവിടെ നമ്മുടെ വിജയം എന്ന് പറയുന്നത് എപ്പം ക്രാഷ് ആവും എന്ന് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുന്ന അനുസരിച്ചല്ല, മറിച്ച് ആ ഒരു ക്രാഷിന്റെ സമയത്ത് എന്താണ് നമ്മളിവിടെ ഇൻവെസ്റ്റഡ് ആയിട്ട് ഇരിക്കുന്നതിലാണ് കാര്യം. ഇപ്പം ഈ ഒരു ടേബിൾ നിങ്ങൾ നോക്കിയേ, നിഫ്റ്റി 50 ഒരു മേജർ ക്രാഷ് നിങ്ങൾക്ക് കാണാം, അതിൽ റിക്കവറി നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും. അപ്പൊ ഇവിടുത്തെ ഏറ്റവും വലിയൊരു ഇമ്പോർട്ടന്റ് കോൾ എന്ന് പറഞ്ഞാൽ ടൈം ടു റിക്കവർ ആണ്. ഇപ്പൊ 2008 ഒരു മാസി ക്രാഷിന് ശേഷം പോലും എന്താണ് മാർക്കറ്റിന് 71 മാസം എടുത്തു, അതായത് ഓൾമോസ്റ്റ് 6 വർഷം എടുത്തു മുന്നത്തെ ആ ഒരു പീക്ക് ലെവലിലേക്ക് ഇവിടെ എത്താനായിട്ട്. അപ്പം ഇതെന്ന് പറയുന്നത് നമ്മുടെ 7 ഇയർ സേഫ് സോണിന്റെ ഉള്ളിൽ തന്നെയാണ് ഇത് വരുന്നത്. അപ്പം ഇത് കാണിക്കുന്നത് എന്താണ്, നമ്മളിപ്പോൾ മാർക്കറ്റ് ടൈം ചെയ്യുന്നതിൽ എന്താണ്, മാർക്കറ്റിൽ നമ്മൾ ഇൻവെസ്റ്റഡ് ആയിട്ട് ഇരിക്കുന്നതാണ് ബെറ്റർ ആയിട്ടുള്ള കാര്യം എന്നാണ്. ഇനിയിപ്പോൾ നിങ്ങൾ SIP വഴിയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ മാർക്കറ്റ് ക്രാഷ് എന്ന് പറഞ്ഞാൽ 50% ഓഫ് സെയിൽ പോലെയാണ്. കാരണം എന്താണ്, മാർക്കറ്റ് ഡൗൺ ആയിരിക്കുമ്പോൾ ഓരോ SIP ഇൻസ്റ്റാൾമെന്റിലും നമുക്ക് കൂടുതൽ യൂണിറ്റ്സ് നമുക്ക് കൂടെ വാങ്ങാനായിട്ട് സാധിക്കും. അതിലൂടെ മാർക്കറ്റ് റിക്കവർ ആകുമ്പോൾ എന്താണ്, ഈ എക്സ്ട്രാ യൂണിറ്റ് നമ്മുടെ പോർട്ട്ഫോളിയോയിൽ കൂട്ടാനായിട്ട് സാധിക്കും. അപ്പം ലോങ് ടേം ഇൻവെസ്റ്റിംഗിന്റെ റിയൽ മാജിക് എന്ന് ഒരു സിമ്പിൾ മാത്തമാറ്റിക് പ്രിൻസിപ്പിളിലാണ്. അതെന്താണ്, കോമ്പൗണ്ടിങ്. ഇപ്പോൾ കോമ്പൗണ്ടിങ് എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പളിന്റെ മേളിൽ മാത്രമല്ല നമുക്ക് ഇവിടെ റിട്ടേൺസ് ലഭിക്കുന്നത്, മറിച്ച് റിട്ടേൺസിന്റെ മേളിൽ നമുക്ക് വീണ്ടും റിട്ടേൺസ് നമുക്ക് ഇവിടെ ലഭിക്കുന്നുണ്ട്. അതായത് ചെറിയൊരു ഇൻവെസ്റ്റ്മെന്റ് വലിയൊരു കോർപ്പസ് ആക്കി മാറ്റാൻ വേണ്ടിയിട്ട് അതുവഴി എന്താണ് നമ്മുടെ സമ്പത്ത് കൂട്ടാനായിട്ട് കോമ്പൗണ്ടിങ് നമ്മളിവിടെ സഹായിക്കുന്നുണ്ട്. ഇവിടെ ഇൻവെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ക്രിക്കറ്റ് പോലെയാണ്. ഇപ്പൊ T20 സ്റ്റൈലിൽ നമുക്ക് അടിച്ച് കുറച്ച് നേട്ടമൊക്കെ ഉണ്ടാക്കാം, പക്ഷെ അത് പ്രഡിക്റ്റബിൾ അല്ല. അപ്പൊ നമുക്കിവിടെ എന്താണ് ഒരു ടെസ്റ്റ് മാച്ച് ബാറ്റ്സ്മാൻ ആയാൽ മതി. അപ്പൊ എല്ലാ ബോളും ബൗണ്ടറിയിൽ അടിക്കണം എന്നില്ല. അപ്പൊ ഇവിടുത്തെ കാര്യം ക്രീസിൽ നമ്മൾ സ്റ്റേ ചെയ്യുന്നതാണ്. അതായത് നമ്മുടെ ക്ഷമയും കൺസിസ്റ്റൻസിയും ലോങ് ടേമിൽ നമുക്ക് നല്ല റിസൾട്ട് തരും. പിന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി ഉണ്ട്, നിങ്ങൾ നിങ്ങളുടെ ഇമോഷൻസ് നിങ്ങൾ ഇവിടെ കൺട്രോൾ ചെയ്യണം. അപ്പൊ നഷ്ടം കാണുമ്പോൾ എന്താണ്, നിങ്ങളുടെ ധൈര്യം നിങ്ങളുടെ പോരുത്. അതുപോലെ തന്നെ എന്താണ്, വലിയ റിട്ടേൺസ് ഒക്കെ കാണുമ്പോൾ എന്താണ് നിങ്ങൾ ഒരുപാട് എക്സൈറ്റഡ് ആവേണ്ട ആവശ്യം കൂടി ഇല്ല. അപ്പൊ ഇവിടുത്തെ ഒരു കാര്യം എന്താണ്, നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യാതെ മാർക്കറ്റ് എപ്പോഴും എന്താണ് വോളറ്റൈൽ ആയിട്ട് തന്നെ നിൽക്കും എന്നുള്ളൊരു കാര്യം. അപ്പൊ ഇവിടുത്തെ ആദ്യത്തെ കാര്യം ഇത്, നിങ്ങൾ മാർക്കറ്റിൽ നോയ്സ് ഇഗ്നോർ ചെയ്യുക. അതായത് ഇപ്പൊ ഡെയിലി മാർക്കറ്റ് ന്യൂസ്, എക്സ്പേർട്ട് ഒപ്പീനിയൻ ഒക്കെ നോയ്സ് ആണ്. അപ്പൊ നിങ്ങളിപ്പോ എന്താണ് നല്ല ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു ബാറ്റ്സ്മാൻ ആണെങ്കിൽ ഈ നോയ്സ് ഒക്കെ ബ്ലോക്ക് ചെയ്തിട്ട് ഗെയിം പ്ലാനിലേക്ക് നിങ്ങൾ ശ്രദ്ധ കൊടുക്കും. അപ്പൊ നമ്മുടെയൊക്കെ ഗെയിം പ്ലാൻ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ ഫൈനാൻഷ്യൽ ഗോൾ ആണല്ലേ. അതായത് എന്താണ്, മാർക്കറ്റിലെ നോയ്സ് ഒക്കെ ഒഴിവാക്കിയിട്ട് നമ്മൾ നമ്മുടെ ഫൈനാൻഷ്യൽ ഗോളിലേക്ക് മാത്രം ശ്രദ്ധ കൊടുത്തിട്ട് നമ്മൾ കളിക്കണം. ഇനി രണ്ടാമത്തെ കാര്യം, ബാക്ക് ബോൾസ് എല്ലാം നമ്മൾ ഒഴിവാക്കുക. അതായത് മാർക്കറ്റ് വോളറ്റിലിറ്റിയും അതുപോലെ തന്നെ മാർക്കറ്റ് കറക്ഷനൊക്കെ ബാക്ക് ബോൾസ് ആണ്. നമുക്ക് തോന്നുന്ന കാര്യം എന്താണ്, വലിച്ചങ്ങ് അടിക്കാനാവും. അതായത് ടെൻഷനിൽ അങ്ങ് വിൽക്കാനായിരിക്കും നമുക്ക് തോന്നുക, അല്ലെങ്കിൽ അത്യാഗ്രഹം കൊണ്ട് ഒരു റോങ് ഷോട്ട് എടുക്കാനാവും. ഇപ്പൊ സ്പെക്കുലേറ്റീവ് ട്രെൻഡ്സ് ഫോളോ ചെയ്യാം. പക്ഷേ നിങ്ങൾ എന്താണ് ഒരു ഡിസിപ്ലിൻ ഇൻവെസ്റ്റർ ആണെങ്കിൽ നിങ്ങൾ എന്താണ് സിമ്പിൾ ആയിട്ട് നിങ്ങൾ പറയും, ഇതങ്ങ് പൊക്കോട്ടെ, ഈ ഒരു കാലം അങ്ങ് കടന്നു പോകും എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാം. പിന്നെ ഈ മൂന്നാമത്തെ കാര്യം വരുന്നത്, നിങ്ങളുടെ ലക്ഷ്യത്തിനായിട്ട് നിങ്ങൾ കളിക്കുക. അപ്പൊ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് സ്ട്രാറ്റജി നിങ്ങളുടെ ഫൈനാൻഷ്യൽ ഗോൾ അനുസരിച്ച് മാത്രമായിരിക്കണം. അല്ലാതെ മാർക്കറ്റിൽ എന്താണ് ഭയവും അത്യാഗ്രഹവും ഒന്നും വെച്ച് ആവരുത്. ഡേറ്റ ഇവിടെ ക്ലിയർ ആണ്. ഇവിടെ ഇക്വിറ്റി ഇൻവെസ്റ്റിംഗിൽ 7 ഇയർ അല്ലെങ്കിൽ 7 ഇയർ പ്ലസ് എന്ന് പറയുന്നത് എന്താണ്, ഒരു സ്വീറ്റ് സ്പോട്ട് ആണ്. അപ്പൊ ഇതിന്റെ അർത്ഥം നിങ്ങൾ ജസ്റ്റ് 7 ഇയർ ടൈം ഫ്രെയിമിലേക്ക് ചിന്തിച്ച് മാത്രം ഇൻവെസ്റ്റ് ചെയ്യണമെന്നല്ല. എപ്പോഴും നിങ്ങളുടെ ഫൈനാൻഷ്യൽ ഗോള് ഇൻവെസ്റ്റ്മെന്റ് ഹൊറിസോൺ ആയിട്ട് ഒത്തുപോകണം. ഇപ്പം ഒരു എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ, അടുത്തൊരു 16 വർഷത്തിനുള്ളിൽ നിങ്ങൾക്ക് ഒരു ഫൈനാൻഷ്യൽ ഫ്രീഡം നേടണം എന്ന് നിങ്ങൾ വിചാരിക്കുകയാണ്. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് ഹൊറിസോൺ എന്താണ്, ഇവിടെ 16 വർഷമായിരിക്കണം, അല്ലാതെ 7 വർഷം ആയിരിക്കരുത്. സോ എന്തായിരിക്കും നിങ്ങളുടെ ഗെയിം പ്ലാൻ ഇവിടെ വരുന്നത്? വളരെ സിമ്പിൾ ആണ്. ടൈം പ്രയോറിറ്റൈസ് ചെയ്യുക, ടൈമിംഗ് അല്ല.
ലോങ് ടേം ഗോൾസ് ലൈക്ക് ഇപ്പൊ എന്താണ് റിട്ടയർമെന്റ്, മക്കളുടെ ഹയർ എഡ്യൂക്കേഷൻ ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് എന്താണ് ഇക്വിറ്റി നിങ്ങൾക്ക് ഇവിടെ ചൂസ് ചെയ്യാം. അടുത്തത് SIP വഴി ഒരു ഡിസിപ്ലിൻ നിങ്ങൾക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇപ്പൊ മാർക്കറ്റ് വോളറ്റിലിറ്റി കുറയ്ക്കാനും ഡിസിപ്ലിൻ കൊണ്ടുവരാനായിട്ട് നിങ്ങളെ സഹായിക്കുന്ന ഒന്നാണ് SIP എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ ഒരു സ്മാർട്ട് വേർഷൻ ആണ് സ്റ്റെപ്പ് അപ്പ് SIP എന്ന് പറയുന്നത്. അപ്പൊ ഇത് നമ്മൾ മുന്നത്തെ വീഡിയോസിലൊക്കെ നമ്മൾ കവർ ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ വീഡിയോ ലിങ്ക് നമ്മൾ ഇടാം. അടുത്ത കാര്യം, മാർക്കറ്റ് ഡിപ്പ് കാണുമ്പോൾ പേടിക്കരുത്. മാർക്കറ്റ് കറക്ഷൻ നിങ്ങൾക്ക് എന്താണ് ഒരു ഡിസ്കൗണ്ട് സെയിൽ പോലെ നിങ്ങൾക്ക് കാണാം. അതായത് ചെറിയ പൈസയിൽ ക്വാളിറ്റി അസറ്റ്സ് വാങ്ങാനുള്ള അവസരമാണിത്. അപ്പൊ എപ്പോഴും ഓർക്കുക, വെൽത്ത് ക്രിയേഷൻ എന്ന് പറയുന്നത് ഒരു മാരത്തോൺ ആണ്, അല്ലാതെ ഒരു മത്സരം അല്ല എന്നുള്ളത് മനസ്സിലാക്കുക. കൺസിസ്റ്റൻസിയാണ് നമുക്ക് ഇവിടെ വേണ്ടത്. അപ്പൊ നിങ്ങൾ ഒരു ടെസ്റ്റ് പ്ലെയറിനെ പോലെ നിങ്ങൾക്ക് ചിന്തിക്കാം, എന്താണ് ടൈമിന്റെ പവർ മനസ്സിലാക്കുക, അത് മനസ്സിലാക്കിയിട്ട് മുന്നോട്ടേക്ക് നിങ്ങൾക്ക് പോകാം. അതുപോലെ തന്നെ എപ്പോഴും ഓർക്കുക, മാർക്കറ്റ് ടൈം ചെയ്യുന്നതിലും മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ആയിട്ട് നിൽക്കുന്നതാണ് എപ്പോഴും നല്ലത്. പിന്നെ ഒരു കാര്യം ഇവിടെ നമുക്ക് പറയാനുള്ളത്, നമ്മൾ പറഞ്ഞ എല്ലാ കൺക്ലൂഷൻസും അതുപോലെ ഡേറ്റ പോയിന്റ് ഒക്കെ എന്താണ് ഹിസ്റ്റോറിക്കൽ ഡേറ്റ അനുസരിച്ചാണ് നമ്മൾ പറഞ്ഞത്. അപ്പൊ നിങ്ങൾക്ക് ഓൾറെഡി അറിയാലോ പാസ്റ്റ് റിസൾട്ട്സ് എന്താണ് ഒരിക്കലും ഫ്യൂച്ചർ റിസൾട്ട്സ് ഗ്യാരണ്ടി ചെയ്യുന്നില്ല എന്നുള്ള കാര്യം. സോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവും തന്നെയാണ് നമ്മൾ വിചാരിക്കുന്നത്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ശ്രദ്ധിക്കാം. പിന്നെ നമ്മുടെ ചാനൽ കോണ്ടന്റ് ഒക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ചാനലും കൂടി നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം. സോ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് ഗ്രോ മലയാളം ചാനലിലൂടെ വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ, ഹാപ്പി ഇൻവെസ്റ്റിംഗ് ആൻഡ് ബൈ ഫ്രം റിൻസി. Investment in securities market are subject to market risks. Read all the related documents carefully before investing. Please read the risk disclosure documents carefully before investing in equity shares, derivatives, mutual fund, and or other instruments traded on the stock exchanges.